Morning, dear students. Our today's topic is interview. Interview last selection steps interview എന്താന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും അറിയാം interview is the face to face interaction between employer and candidates ആണ് അല്ലേ? അതിന് ജസ്റ്റ് ഒരു മീനിങ് കൂടെ ഒന്നുകൂടി പറയാണ്. It is a face to face talk between employer and applicants, or it is an oral, observational and personal appraisal method of evaluating the applicant. അപ്ലിക്കൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബ്സർവേഷണൽ ആയിട്ടുള്ള ഓറൽ ആയിട്ടുള്ള ഒരു അപ്രൈസൽ മെത്തേഡാണെന്ത് ഇൻ്റർവ്യൂ. ഇറ്റ് ഈസ് എ ഫേസ് ടു ഫേസ് ടോക്ക് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് അപ്ലിക്കൻറ്റ്. എംപ്ലോയറും അപ്ലിക്കൻറ്റും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ ആണ്. ഒരുപാട് ടൈപ്സ് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂസ് ഉണ്ട്. ഒരു 10 ടൈപ്സ് കൂടെ നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഫോർമൽ ഇൻ്റർവ്യൂ. ഫോർമൽ എന്നുള്ള വേർഡ് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ഫോർമൽ മീൻസ് എന്താണ്? ഒഫീഷ്യലാണ്. അതായത് ദർ ഇസ് എൻ ഒഫീഷ്യൽ പാത്ത് അല്ലേ. ഒരു ഒഫീഷ്യൽ അറ്റ്മോസ്ഫിയറിൽ, ഫോർമൽ അറ്റ്മോസ്ഫിയറിൽ ഫോർമലായിട്ട് നടത്തപ്പെടുന്ന ഇൻ്റർവ്യൂ അതാണെന്ത്? ഫോർമൽ ഇൻ്റർവ്യൂ. ഇറ്റ് ഈസ് ഹെൽഡ് ഇൻ എ ഫോർമൽ അറ്റ്മോസ്ഫിയർ. Candidates are informed about interview in advance. The place, date and venue are shown in interview card. വളരെ മുൻകൂട്ടി കാൻഡിഡേറ്റ്സിനെ അറിയിച്ച് വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഒഫീഷ്യൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ഫോർമൽ അറ്റ്മോസ്ഫിയറിൽ കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂ അതാണെന്ത്? ഫോർമൽ ഇൻ്റർവ്യൂ. ദെൻ ഇൻഫോർമൽ ഇൻ്റർവ്യൂ. It is an oral interview conducted at any place. There is no formal place and plan. അപ്പോൾ കൃത്യമായിട്ട് പ്ലേസോ പ്ലാനോ ഒന്നും ഉണ്ടാവില്ല. എന്താണ്? ഓറൽ ഇൻ്റർവ്യൂ ആണ്, പക്ഷേ എന്താണ്? ഇൻഫോർമൽ വേ ആണ്. അതായത് ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു മാധ്യമങ്ങൾ അവിടെ ഒരു ദൃക്സാക്ഷീനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അതെന്താണ്? ഇൻഫോർമലാണ്. ഇനി അതല്ലെങ്കിൽ പിന്നെ ഒരു കാൻഡിഡേറ്റ്സിനെ ജോലിക്കെടുക്കാൻ വേണ്ടിയിട്ട് തികച്ചും ഇൻഫോർമലായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നടത്തുന്ന ഇൻ്റർവ്യൂ അതാണെന്ത്? ഇൻഫോർമൽ ഇൻ്റർവ്യൂ. അത് പ്രീ പ്ലാൻഡ് അല്ല. ക്വസ്റ്റ്യൻസ് ഒന്നും ആദ്യമേ തീരുമാനിക്കുന്നില്ല. ഡേറ്റും പ്ലേസും ഒന്നും പറയുന്നൊന്നുമില്ല. അതെവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും നടത്താൻ പറ്റുന്ന ഒരു ഇൻ്റർവ്യൂ അതാണ് ഇൻഫോർമൽ ഇൻ്റർവ്യൂ. ദെൻ തേർഡ് വൺ പാറ്റേൺഡ് ഇൻ്റർവ്യൂ. പാറ്റേൺഡ് ഇൻ്റർവ്യൂ. ദിസ് ഇൻ്റർവ്യൂ is planned systematically. Each and every details of interview is well planned. It is also known as standardized interview. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ. നമ്മുടെ ഫോർമൽ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഫോം അതാണെന്ത്? പാറ്റേൺഡ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ is planned systematically. Each and every details of interview is well planned. It is also known as standardized interview. എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ. ഇതിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റർവ്യൂ. Then non-directive interview. It is not a planned interview. Directive questions are not asked to interviewers. The candidates are asked to express their views on a general topic. It aims to find out the feelings, desire or problems of the candidate. നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻസ് ഒന്നുമില്ല. കൃത്യമായി അതായത് സാധാരണ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡിന് കൃത്യമായിട്ടൊരു നിശ്ചയമുണ്ട്. ഇന്ന ചോദ്യങ്ങൾ ചോദിക്കണം, ഇന്ന രീതിയിൽ ചോദിക്കണം എന്നൊക്കെ. അങ്ങനെ ഒരു ഡയറക്ഷനൊന്നും ഇല്ലാതെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണെന്ത്? നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂ. ഇവിടെ ഡയറക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആർ നോട്ട് ആസ്ക്ഡ് ടു ഇൻ്റർവ്യൂവേഴ്സ്. ഡയറക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇൻ്റർവ്യൂവേഴ്സ് ചോദിക്കില്ല. ദ കാൻഡിഡേറ്റ്സ് ആർ ആസ്ക്ഡ് ടു എക്സ്പ്രസ് ദെയർ വ്യൂസ് ഓൺ ജനറൽ ടോപ്പിക്. എന്തെങ്കിലും ഒരു ടോപ്പിക്ക്, ജനറലായിട്ടുള്ളൊരു ടോപ്പിക്ക് കൊടുത്തിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കാൻഡിഡേറ്റിനോട് പറയാണ്. അപ്പോൾ ആ എക്സ്പ്ലനേഷനിലൂടെ നമുക്ക് കാൻഡിഡേറ്റ്സിൻ്റെ ഫീലിങ്സ്, ക്യാരക്ടർ, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ്, പേഴ്സണാലിറ്റി ഇതൊക്കെ മെഷർ ചെയ്യാൻ പറ്റും അല്ലേ. ആ രീതിയിലുള്ള ഇൻ്റർവ്യൂവിന് എന്ത് പറയുക? നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂ. ദെൻ ഡെപ്ത് ഇൻ്റർവ്യൂ. ഡെപ്ത് മീൻസ് എന്താണ്? ഡെപ്ത് ആഴത്തിലാണ് അല്ലേ. ഡെപ്ത് മീൻസ് ഇൻ ഡീറ്റെയിലാണ്. ഇറ്റ് ഈസ് എ പ്ലാൻഡ് ഇൻ്റർവ്യൂ കണ്ടക്റ്റഡ് ടു നോ ദ ഇൻ ഡെപ്ത് നോളജ് ഓഫ് എ കാൻഡിഡേറ്റ് ഇൻ എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ കാൻഡിഡേറ്റ്സിനുള്ള ഡെപ്ത് നോളജ്, എത്രത്തോളം നോളജ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ അതാണെന്ത്? ഡെപ്ത് ഇൻ്റർവ്യൂ. നോളജിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന ഇൻ്റർവ്യൂ ആണെന്ത്? ഡെപ്ത് ഇൻ്റർവ്യൂ. ദെൻ സ്ട്രെസ് ഇൻ്റർവ്യൂ. This type of interview is conducted to know how candidate behave in a particular situation. അപ്പോൾ സ്ട്രെസ് അതായത് ഒരു കൃത്രിമമായിട്ടുള്ള ഒരു സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യുക. അതായത് പിന്നെ കാൻഡിഡേറ്റ്സിനെ അപ്പോൾ അപ്ലിക്കൻ്റ് വന്നു കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന്
വളരെ ഫ്രണ്ട്ലി അല്ലാത്ത രീതിയിൽ കാൻഡിഡേറ്റ്സിനോട് സംസാരിക്കുക, എന്നിട്ട് അവരെ ഒരു സമ്മർദ്ദത്തിൽ ഒരു സ്ട്രെസ്സിൽ കൊണ്ടുവന്നിട്ട് ആ സ്ട്രെസ് സിറ്റുവേഷൻ അവരെങ്ങനെ ഓവർകം ചെയ്യുന്നു, അതെങ്ങനെ അവർ ടാക്കിൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അപ്പോൾ ആ കാൻഡിഡേറ്റ്സിനെ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു അബദ്ധം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ അത് സോൾവ് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്ട്രെസ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സിറ്റുവേഷൻ അവരെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യുന്ന ഇൻ്റർവ്യൂ ആണെന്ത് സ്ട്രെസ് ഇൻ്റർവ്യൂ. സ്ട്രെസ് അല്ലെങ്കിൽ എന്താണ് എക്സ്പെരിമെൻറ്റ്സ് കൊടുത്തിട്ട് അവരെ അതെങ്ങനെ ഓവർകം ചെയ്തു നോക്കുന്ന ഇൻ്റർവ്യൂ, അതാണ് സ്ട്രെസ് ഇൻ്റർവ്യൂ. Then group interview. Candidates are divided into groups. Each group is given topic for discussion. The interviewer observe the discussion and assess the candidate's performance. Group interview എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യല്ല, മൊത്തം ഒരു 50 കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഇവരെ ഒരു 5 ഗ്രൂപ്പായിട്ട് മാറ്റുക, അല്ലെങ്കിൽ ഒരു 2 ഗ്രൂപ്പായിട്ട് മാറ്റുക. എന്നിട്ട് ഇവർക്ക് ഡിസ്കഷന് വേണ്ടിയിട്ടൊരു ടോപ്പിക്ക് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ആ ഡിസ്കഷനിൽ ഓരോരുത്തരും ഏതൊക്കെ രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, ആരാണ് ഡിസ്കഷനെ ലീഡ് ചെയ്യുന്നത്, ആരിൽ നിന്നൊക്കെയാണ് പോയിൻറ്റ്സ് വരുന്നത്, ആരൊക്കെയാണ് പങ്കെടുക്കാതിരിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുത്തിട്ട് ഇൻ്റർവ്യൂവർ അവരെ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്ന് റൈറ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന രീതി, അതാണെന്ത് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. ഓക്കെ. ദെൻ ബോർഡ് ഇൻ്റർവ്യൂ. ബോർഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ panel of interviewers consists of experts in different fields. Each interviewer asks questions to candidates related to his subject. The candidate is selected on the basis of rating done by the panel. Group interview ന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ത് ബോർഡ് ഇൻ്റർവ്യൂ. ബോർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ 3-4 ആളുകൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന കൊടുത്തിട്ടുണ്ടാവും, ഒരാളെയാണ് ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പോൾ നേരത്തെ ആപ്ലിക്കൻസിൻ്റെ ഗ്രൂപ്പായിരുന്നു, ഇവിടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഗ്രൂപ്പാണ് വരിക. അപ്പോൾ ഇവർ കാൻഡിഡേറ്റ്സിനെ വിളിക്കുകയും ഓരോ എക്സ്പേർട്സും അവരുടേതായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ വിലയിരുത്തുകയും ചെയ്യുന്ന സാധാ ഇൻ്റർവ്യൂ, ഒരു ബോർഡ് നടത്തുന്ന ഇൻ്റർവ്യൂ, അതാണെന്ത് ബോർഡ് ഇൻ്റർവ്യൂ. ദർ ഇസ് എ പാനൽ ഓഫ് ഇൻ്റർവ്യൂവേഴ്സ് കൺസിസ്റ്റ് ഓഫ് എക്സ്പേർട്സ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ്. ഈച്ച് ഇൻ്റർവ്യൂവർ ആസ്ക് ക്വസ്റ്റ്യൻ ടു കാൻഡിഡേറ്റ്സ് റിലേറ്റഡ് ടു ഹിസ് സബ്ജക്റ്റ്. ദ കാൻഡിഡേറ്റ് ഈസ് സെലക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് റേറ്റിംഗ് ഡൺ ബൈ ദി പാനൽ. ഓക്കെ. ദെൻ വാക്ക് ഇൻ ഇൻ്റർവ്യൂ, ക്യാമ്പസ് ഇൻ്റർവ്യൂ. ഇത് രണ്ടും നമ്മൾ കുറേ പ്രാവശ്യമായിട്ട് പറഞ്ഞതാണ്. സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിലും മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിലൊക്കെ നമ്മൾ പറഞ്ഞു. വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ വീണ്ടും ഞാൻ നോട്ട് എഴുതിയിട്ടില്ല. വാക്ക് ഇൻ ഇൻ്റർവ്യൂ എന്താണ്, ഇന്ന സ്ഥലത്ത് വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നു, ഇന്ന ദിവസം താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് വരിക എന്നുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയും ആ അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന കാൻഡിഡേറ്റ്സ് സമയത്ത് പോയിട്ട് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ്. അതായത് അതിൽ കൃത്യമായിട്ട് മുൻകൂട്ടി അറിയിക്കുന്നൊന്നുമില്ല, അതായത് അഡ്വർടൈസ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് അത് കണ്ടിട്ട് ആളുകൾ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, അതാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ. ക്യാമ്പസ് ഇൻ്റർവ്യൂ നമുക്കറിയാം, ടെക്നിക്കൽ ഓർഗനൈസേഷൻസിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വന്ന് അവിടെ നിന്ന് സ്റ്റുഡൻസിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു പോകുന്ന രീതിയാണ് ഇത് ക്യാമ്പസ് ഇൻ്റർവ്യൂ. ഞാൻ മുമ്പ് പറഞ്ഞതായതുകൊണ്ട് ഞാൻ നോട്ട്സ് ഇട്ടിട്ടില്ല. ഓക്കെ. ദെൻ എക്സിറ്റ് ഇൻ്റർവ്യൂ. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇൻ്റർവ്യൂ നടത്തുക എപ്പോഴും എൻട്രിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ, ഒരു ഓർഗനൈസേഷനിലേക്ക് വരാൻ വേണ്ടി ഒരാളെ എടുക്കാൻ വേണ്ടിയാണ് ഇൻ്റർവ്യൂ നടത്തുക. ഇവിടെ എക്സിറ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് എന്താ, പുറത്തേക്ക് പോകുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ജനറലി കണ്ടക്റ്റഡ് അറ്റ് ദ ടൈം വെൻ ആൻ എംപ്ലോയി ഈസ് ലീവിങ് ടു ദി ഓർഗനൈസേഷൻ. ഒരു എംപ്ലോയി ഓർഗനൈസേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് എക്സിറ്റ് ഇൻ്റർവ്യൂ നടത്തുക. Its purpose is to know the feelings of the outgoing employee regarding his job or the institution. അപ്പോൾ പുറത്തേക്ക് പോകുന്ന എംപ്ലോയിക്ക് ആ സ്ഥാപനത്തോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിയോട് ഉള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന ഇൻ്റർവ്യൂ ആണെന്ത് എക്സിറ്റ് ഇൻ്റർവ്യൂ. അപ്പോൾ 11 ടൈപ്പ് ഇൻ്റർവ്യൂ നമ്മളിവിടെ പറഞ്ഞു. ഫോർമൽ, ഇൻഫോർമൽ, പാറ്റേൺഡ്, നോൺ ഡയറക്റ്റീവ്, ഡെപ്ത്, സ്ട്രെസ്, ഗ്രൂപ്പ്, ബോർഡ് ഇൻ്റർവ്യൂ, വാക്ക് ഇൻ ഇൻ്റർവ്യൂ, ക്യാമ്പസ് ഇൻ്റർവ്യൂ, എക്സിറ്റ് ഇൻ്റർവ്യൂ. ദെൻ നെക്സ്റ്റ് ഇൻ്റർവ്യൂ പ്രോസസ്സാണ്. ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സ്. ദർ ആർ 3 steps ഇൻവോൾവ് ഇൻ ഇൻ്റർവ്യൂ പ്രോസസ്സ്. ഇൻ്റർവ്യൂ പ്രോസസ്സിൽ 3 സ്റ്റെപ്സാണുള്ളത്. ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ഇൻ്റർവ്യൂ, സെക്കൻഡ് സെറ്റിങ്സ്, തേർഡ് കണ്ടക്റ്റിംഗ് ഇൻ്റർവ്യൂ. 3 പ്രിപ്പറേഷൻ, സെറ്റിങ്സ്, കണ്ടക്റ്റിംഗ്. ഇതിൽ ഫസ്റ്റ് പ്രിപ്പറേഷൻ. ബിഫോർ കണ്ടക്റ്റിംഗ് ഇൻ്റർവ്യൂ സെർട്ടൻ അറേഞ്ച്മെൻറ്റ്സ് ആർ ഡൺ ഫോർ സ്മൂത്ത് കണ്ടക്ട് ഓഫ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന്, സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യുന്നതിന് എടുക്കുന്ന പ്രിപ്പറേഷൻസ്, അതാണെന്ത് പ്രിപ്പറേഷൻ ഓഫ് ഇൻ്റർവ്യൂ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യുക. സെലക്ടിങ് ദ ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ. സെലക്ടിങ് ദ ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിനെ ഇപ്പോൾ ഒരുപാട് ടൈപ്സ് നമ്മൾ പറഞ്ഞു അല്ലേ, ഏത് ടൈപ്പ് ഇൻ്റർവ്യൂ ആണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. അക്വൈൻറ്റിങ് വൺ സെൽഫ് അബൌട്ട് ദി കാൻഡിഡേറ്റ്. കാൻഡിഡേറ്റ്സിനെ അക്വൈൻറ്റ് ചെയ്യുക, വൺ സെൽഫ് അബൌട്ട് ദി കാൻഡിഡേറ്റ്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ദി ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ടു ബി ഒബ്റ്റെയിൻഡ് ഫ്രം കാൻഡിഡേറ്റ്. ഡിറ്റർമിനേഷൻ ഓഫ് ദി ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ടു ബി ഒബ്റ്റെയിൻഡ് ഫ്രം കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് നിന്ന് ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് കളക്ട് ചെയ്യേണ്ടത് അല്ലേ, ഇൻഫർമേഷൻ ഏത് തരത്തിലുള്ളതാണ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യലാണ്. ദെൻ ഫിഫ്ത്ത് വൺ, സെലക്ഷൻ ഓഫ് ദി കറക്റ്റ് ഇൻ്റർവ്യൂവേഴ്സ്. ഇൻ്റർവ്യൂ ബോർഡിൽ ആരൊക്കെ വേണം അല്ലേ, ഇൻ്റർവ്യൂ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, ഏതൊക്കെയാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കലാണ് എന്ത്, ഡിറ്റർമിനേഷൻ ഓഫ് ദി സെലക്ഷൻ ഓഫ് ദി കറക്റ്റ് ഇൻ്റർവ്യൂവേഴ്സ്. Then select the candidate for interview. കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക, ഇൻ്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ദി അസസ്മെൻറ്റ് ഫോം ടു ബി യൂസ്ഡ് ഇൻ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിന് ഉപയോഗിക്കുന്ന അസസ്മെൻറ്റ് ഫോം സെലക്ട് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ, ഡിറ്റർമിനേഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യുക. സെലക്ടിങ് ദ ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിൻ്റെ ടൈപ്പ്, ഏത് ടൈപ്പ് ഇൻ്റർവ്യൂ നടത്തണം തീരുമാനിക്കുക. അക്വൈൻറ്റിങ് വൺ സെൽഫ് അബൌട്ട് ദി കാൻഡിഡേറ്റ്സ് മീൻസ് കാൻഡിഡേറ്റ്സിനെ അക്വൈൻ ചെയ്യുക മീൻസ് എന്താണ്, ഇൻഫോം ചെയ്യുക. വൺ സെൽഫ് അബൌട്ട് ദി കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഇൻഫോം ചെയ്യുക. ഡിറ്റർമിനേഷൻ ഓഫ് ദി ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ടു ബി ഒബ്റ്റെയിൻഡ് ഫ്രം കാൻഡിഡേറ്റ്. ഏതൊക്കെ ടൈപ്പ് ഇൻഫർമേഷൻ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് കളക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുക. കറക്റ്റ് ഇൻ്റർവ്യൂവേഴ്സിനെ സെലക്ട് ചെയ്യുക, കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക. ദെൻ അവരെ അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോം ഏതാണെന്ന് തീരുമാനിക്കുക. ഇതാണ് പ്രിപ്പറേഷനിൽ 7 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ദെൻ രണ്ടാമത്തത് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സ് വിച്ച് മീൻസ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻ്റർവ്യൂ. ദി ഇൻ്റർവ്യൂ റൂം ആൻഡ് വെയിറ്റിംഗ് റൂം ഷുഡ് ബി പ്രോപ്പർലി അറേഞ്ച്. ഇറ്റ് മസ്റ്റ് ബി നീറ്റ് ആൻഡ് ക്ലീൻ. ഇൻ്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. കാൻഡിഡേറ്റ്സിന് ഇരിക്കാനുള്ള പ്ലേസും ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കാനുള്ള പ്ലേസും ദെൻ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും, അതുപോലെ തന്നെ ഫെസിലിറ്റീസ്, ബാക്കി വെള്ളം ഒക്കെ കൊണ്ടുപോകൂലേ, ലൈറ്റിങ്, ഹീറ്റിംഗ്, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി, അങ്ങനെ ആവശ്യമായിട്ടുള്ള എല്ലാ സെറ്റിങ്സും അതാണെന്ത്, അറേഞ്ച്മെൻറ്റ്സ്. ഇൻ്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും അതാണ് സെറ്റിങ്സ്. ദെൻ തേർഡ്, കണ്ടക്റ്റിംഗ് ഓഫ് ഇൻ്റർവ്യൂ. ഇറ്റ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. ഇൻ്റർവ്യൂ നടത്തുക അല്ലേ, ഇൻ്റർവ്യൂ നടത്തുക എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷ് എ ഫ്രണ്ട്ലി ആൻഡ് കോർഡിയൽ റിലേഷൻഷിപ്പ് വിത്ത് കാൻഡിഡേറ്റുമായിട്ടൊരു കോർഡിയൽ അല്ലെങ്കിൽ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. ടു കളക്ട് നെസസറി ഇൻഫർമേഷൻ. അങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാൻഡിഡേറ്റ്സിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഓൾ ദ ഇൻഫർമേഷൻ ഈസ് റെക്കോർഡഡ് വൈൽ ഇൻ്റർവ്യൂയിങ് ദ കാൻഡിഡേറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇൻ്റർവ്യൂ ഷുഡ് ബി ക്ലോസ്ഡ് ആഫ്റ്റർ ഗെറ്റിംഗ് സഫീഷ്യൻറ്റ് ഇൻഫർമേഷൻ. ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക, നിർത്തി വെക്കുക. വലിച്ചു നീട്ടാണ്ട് ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്യുക. After the interviewer should be evaluate the candidate's performance and assess whether he is suitable for the job or not. ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം കാൻഡിഡേറ്റ്സിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്തിട്ട് അയാൾ ജോലിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അസസ് ചെയ്യുക. ഇത്രയാണ് 5 സ്റ്റേജാണ് കണ്ടക്റ്റിംഗ് ഓഫ് ഇൻ്റർവ്യൂവിൽ വരുന്നത്. ഒരു ഫ്രണ്ട്ലി ആൻഡ് കോർഡിയൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, നെസസറി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുക. ദെൻ ആവശ്യമായ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്യുക. ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂയുടെ പെർഫോമൻസ് നോക്കിയിട്ട് അയാൾ ജോലിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാം. അപ്പോൾ 3 സ്റ്റേജസ് ആണ് ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സ്. പ്രിപ്പറേഷൻ ഓഫ് ഇൻ്റർവ്യൂ, സെറ്റിങ്സ്, കണ്ടക്റ്റിംഗ് ഇൻ്റർവ്യൂ. അപ്പം നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സും. ഓക്കെ, ചെറിയ ടോപ്പിക്കാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവരും ക്ലാസ്സൊക്കെ കാണുക, നോട്ട്സൊക്കെ എഴുതി വെക്കുക. ഓക്കെ, താങ്ക് യു.